പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ പോലീസിൽ പരാതി നൽകി മഹിളാ മോർച്ച സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് പരാതി. മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിത മേനോനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേർന്നുണ്ട്. സാജിദ്, ഏതരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശമാണ് രമേശ് പിഷാരടി നടത്തിയത്? എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? അനീഷ, ഈ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത് ഈ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നൊരു പരാമർശം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നടത്തിയിരുന്നു. ഇത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും എല്ലാവർക്കും ബലാത്സംഗം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് പിഷാരടി പറഞ്ഞത് എന്നും നേരത്തെ തന്നെ BJP നേതാക്കൾ പറയുന്നുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനെ തടഞ്ഞതിന് കാരണമായി പറഞ്ഞതും ഈ കാര്യമായിരുന്നു. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ കവിത മേനോനാണ് ഈ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ ഈ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ശോഭാ സുരേന്ദ്രനെ BJP പ്രവർത്തകർ തടയുകയും അത് പിന്നീട് വലിയ തോതിൽ വാർത്തയാകുകയും BJPക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പരാതി എന്നാണ് ഈ UDFന്റെ ഒരു വിമർശനം ഉയരുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം ഉള്ള അവരുടെ അടുപ്പക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു എതിർ പരാതി കൊടുത്തു എന്നൊരു വ്യാഖ്യാനമാണ് UDF നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഈ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അടുത്ത ദിവസങ്ങളായി അറിയാൻ കഴിയും. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്.